ഈ മനുഷ്യനൊരു പ്രതിഭയാണ്. ഉപേക്ഷിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായൊരു തരം സ്പീഡ് ബോട്ട് ഉണ്ടാക്കി. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം അദ്ദേഹം വെറും $10 ഉപേക്ഷിച്ച ഒരു പഴയ സ്പീഡ് ബോട്ട് വാങ്ങി. തുടർന്ന് അദ്ദേഹം ബോട്ടിന്റെ ബോഡി മുറിച്ച് വേർപെടുത്തി. തറയിൽ അടയാളപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹം കഷ്ണങ്ങൾ നിരത്തിവെച്ചു. അടുത്തതായി അദ്ദേഹം ബോഡിയുടെ ഫ്രെയിം വലുതാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ബോഡിക്ക് ആവശ്യമുള്ള വലുപ്പമായി. അതിനുശേഷം അദ്ദേഹം മുഴുവൻ ഫ്രെയിമും വീണ്ടും കൂട്ടിച്ചേർത്തു. ബോഡിയുടെ മധ്യഭാഗത്തെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഫൈബർ ബോർഡ് ഉപയോഗിച്ച് നികത്തി. അത് നിറച്ച ശേഷം ഉപരിതലത്തിൽ പ്ലാസ്റ്റർ തേച്ചു. അദ്ദേഹം അത് മിനുസപ്പെടുത്തി. തുടർന്ന് വാട്ടർ പ്രൂഫിങ്ങിനും അധിക ബലത്തിനുമായി ബോഡിക്ക് പെയിന്റ് നൽകി. അടുത്തതായി അദ്ദേഹം പ്രൊപ്പല്ലർ ഹൗസിംഗ് ബോഡിക്കുള്ളിൽ സ്ഥാപിച്ചു. അദ്ദേഹം അതിന് ചുവപ്പ് പെയിന്റ് നൽകി. അതിനു മുകളിൽ ഫൈബർ ബോർഡിന്റെ മറ്റൊരു പാളി കൂടി ചേർത്തു. അതിനുശേഷം അദ്ദേഹം ഉൾവശത്തെ ക്യാബിൻ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങി. പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ഒരു അടിത്തറയുണ്ടാക്കി. മറ്റു ചെറിയ ഭാഗങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു. അടിത്തറ സ്ഥാപിച്ച ശേഷം അദ്ദേഹം അതിന് നീല പെയിന്റ് നൽകി. ബോഡി പിന്നീട് ഫൈബർ ഗ്ലാസ് കൊണ്ട് മൂടി. അതിനു മുകളിൽ ഒരു മെറ്റൽ ഫ്രെയിം കൂടി ചേർത്തു. ഇത് സ്ഥാപിച്ച ശേഷം ബോഡി മറിച്ചിട്ടു. അടിയിൽ ഫൈബർ ഗ്ലാസിന്റെ മറ്റൊരു പാളി കൂടി ചേർത്തു. അദ്ദേഹം അതിന് പെയിന്റ് നൽകുകയും അധിക ബലത്തിനായി ഇതേ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്തു. ഇത് കട്ടിയായ ശേഷം അദ്ദേഹം മോൾഡ് നീക്കം ചെയ്തു. ബോഡിക്ക് കൂടുതൽ ബലം നൽകാൻ അദ്ദേഹം കൂടുതൽ ഫൈബർ ഗ്ലാസ് പാളികൾ ചേർത്തു. ഒടുവിൽ അദ്ദേഹം ബോഡിക്ക് അന്തിമ രൂപം നൽകി. ആവശ്യമായ ദ്വാരങ്ങൾ തുറന്നു. അദ്ദേഹം ഡ്രൈവ് ഷാഫ്റ്റ് ബേസ് സ്ഥാപിച്ചു. ഫൈബർ ഗ്ലാസ് മൂർച്ചയുള്ളതിനാൽ അരികുകൾ സംരക്ഷിത സ്ട്രിപ്പുകൾ കൊണ്ട് മൂടി. ബോഡിയുടെ മുകൾ ഭാഗം വീണ്ടും സ്ഥാപിച്ചു. അടുത്തതായി അദ്ദേഹം സീറ്റുകൾ സ്ഥാപിച്ചു. തുടർന്ന് നിയന്ത്രണ സംവിധാനം സജ്ജീകരിച്ചു. പ്രൊപ്പല്ലർ സ്ഥാപിച്ചു. സ്റ്റിയറിംഗിനായി കൺട്രോൾ കേബിളുകൾ ബന്ധിപ്പിച്ചു. എഞ്ചിൻ തണുപ്പിക്കാൻ വാട്ടർ ഹോസുകൾ ബന്ധിപ്പിച്ചു. പ്രൊപ്പല്ലർ മർദ്ദം തണുപ്പിക്കൽ വെള്ളം പ്രചരിപ്പിക്കുന്നു. അടുത്തതായി അദ്ദേഹം പ്രൊപ്പല്ലർ ഷാഫ്റ്റ് സ്ഥാപിച്ചു. തുടർന്ന് എഞ്ചിൻ ഘടിപ്പിച്ചു. ഇത് മുകളിൽ 2 സ്പാർക്ക് പ്ലഗുകൾ വ്യക്തമായി കാണുന്ന ഒരു 2 സിലിണ്ടർ യൂണിറ്റാണ്. എഞ്ചിൻ സ്ഥാപിച്ച ശേഷം അദ്ദേഹം എക്സ്ഹോസ്റ്റ് പൈപ്പ് ചേർത്തു. അടുത്തതായി സ്റ്റിയറിംഗ് വീൽ ഘടിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം എഞ്ചിൻ കവർ സ്ഥാപിച്ചു. ഡ്രെയിനേജ് ഔട്ട്ലെറ്റിന് മുകളിൽ ഒരു പിൻചിറകും ചേർത്തു. 5 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അതുല്യമായ സ്പീഡ് ബോട്ട് പൂർത്തിയായി. അദ്ദേഹം അത് പരീക്ഷിക്കുന്നതിനായി പുഴയിലേക്ക് കൊണ്ടുപോയി. ബോട്ട് ശ്രദ്ധേയമായ വേഗതയിൽ സഞ്ചരിച്ചു. ചെറിയ ബോഡി അതിനെ അതീവ ചടുലമാക്കി. അതിന്റെ ശക്തമായ എഞ്ചിന് ചെറിയ തിരമാലകളിൽ പോലും കയറാൻ കഴിഞ്ഞു. വീതിയുള്ള ബോഡി മറിയാതെ സ്ഥിരത ഉറപ്പാക്കി. ഈ സ്പീഡ് ബോട്ടിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു?